ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് മ്യൂസിയം. ഇന്നത്തെ ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഫസ്റ്റിലെ തേർഡ് സെമ്മിലെ MG യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. സ്റ്റാറ്റിക്സിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. സ്റ്റാറ്റിക്സ് സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. അപ്പോൾ സ്റ്റാറ്റിക്സ് കോംപ്ലക്സ് ആയിട്ടൊരു ഡേറ്റയെ ഏറ്റവും സിംപ്ലിസിറ്റി ആകുന്നു. ദ ഡേറ്റ കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ആർ ഓൾസോ കോൾഡ് റോ ഡേറ്റ. അപ്പം ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ റോ ഡേറ്റ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഡേറ്റകൾ ദ കോംപ്ലക്സ് ഓഫ് മാസ് ഡേറ്റ. The complex of mass data are in simple and understandable with the help of statistical methods. അപ്പോൾ സ്റ്റാറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഡേറ്റകൾ നമ്മൾ പറഞ്ഞ് റോ ഡേറ്റകളുണ്ട്. അപ്പോൾ മാസ് ആയിട്ടുള്ള ആ ഡേറ്റകളെ സിമ്പിളാക്കുന്നു. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിൾ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്റ്റാറ്റിക്കൽ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ മാസ് ഡേറ്റയെ സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഫോമിലേക്ക് കൊണ്ടുപോകുന്നു. ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, അനാലിസിസ് ആർ ദ സം ഓഫ് ദി സ്റ്റാറ്റിക്കൽ ടെക്നിക്ക് വിച്ച് സിംപ്ലിഫൈ ദ കോംപ്ലക്സ് നേച്ചർ ഓഫ് ഡേറ്റ. അപ്പോൾ സ്റ്റാറ്റിക്സിൻ്റെ ടെക്നിക്സ്, സ്റ്റാറ്റിക് ടെക്നിക്കുകളായ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റാറ്റിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ കോംപ്ലക്സ് ഡേറ്റയെ ഏറ്റവും സിമ്പിൾ ആക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, സിംപ്ലിസിറ്റി ആക്കുന്നു. അതുപോലെ തന്നെ ഫോർ ദ പർപ്പസ് ഓഫ് ഡയഗ്രാംസ്, ചാർട്ട്, ആവറേജ് എക്സെട്ര യൂസ്ഡ്. ഈ പർപ്പസിന് വേണ്ടി അവർ ഏതൊക്കെ യൂസ് ചെയ്യുന്നു? എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ്? ഡയഗ്രാംസ്, ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ആവറേജ് തുടങ്ങിയ മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്ത് ഈ സ്റ്റാറ്റിക്കൽ മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പർപ്പസിന് വേണ്ടി. അപ്പോൾ സ്റ്റാറ്റിക്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നതാണ് സ്റ്റാറ്റിക്സ് സിംപ്ലിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റ. കോംപ്ലക്സ് ആയിട്ടുള്ള മാസ് ആയിട്ടുള്ള ഡേറ്റയെ ഇത് സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മോഡലിലേക്ക് എത്തിക്കുന്നു. അത് സ്റ്റാറ്റിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം. ഗ്രാഫ്സ്, ഡയഗ്രാംസ്, അതുപോലെ തന്നെ ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ് തുടങ്ങിയ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാനറിലേക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള ഡേറ്റയെ മാറ്റുന്നു. സെക്കൻഡ് പോയിന്റ്, സ്റ്റാറ്റിക്സ് പ്രൊവൈഡ് കമ്പാരിസൺ. കമ്പാരിസൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദി മെയിൻ ഫങ്ഷൻ ഓഫ് സ്റ്റാറ്റിക്സ്. കമ്പാരിസൺ എന്ന് പറഞ്ഞ സ്റ്റാറ്റിക്സിൻ്റെ മെയിൻ ഫങ്ഷൻ ആണ്. കമ്പാരിസൺ രണ്ടോ മൂന്നോ കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ഇൻ കമ്പയറിങ് ദ ഡേറ്റ വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് പ്ലേസ്. സ്റ്റാറ്റിക്സിൽ ഡേറ്റകളെ കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എടുക്കുന്ന ഡേറ്റകളെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് പ്ലേസ് വെച്ചിട്ട് ഡേറ്റകൾ കമ്പാരിസൺ ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദി സ്റ്റാറ്റിക്സ് ഈസ് പ്രൊവൈഡ് എ കമ്പാരിസൺ. Statistics help in comparing data with the respective time and place. Time, place വെച്ചിട്ട് നമുക്ക് ഡേറ്റയെ കമ്പയർ ചെയ്യാം. എക്സാമ്പിൾ, കമ്പ്യൂട്ടേഷൻ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പാരിസൺ ആണ് അല്ലേ. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെ ഇൻകംസ് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസ് എല്ലാം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പെർ ക്യാപിറ്റ ഇൻകം നമ്മളുടെ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ത്രൂ ദ കമ്പാരിസൺ സ്റ്റഡി ഓഫ് ഇക്കണോമിക് കണ്ടീഷൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റിലെ ഇക്കണോമിക് കണ്ടീഷൻസ്, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ ഇക്കണോമിക് കണ്ടീഷൻസ് അല്ല, അതൊക്കെ ഓരോ ടൈം, പ്ലേസ് വെച്ചിട്ട്, ഓരോ ഇയർ വെച്ചിട്ട്, ഓരോ വർഷത്തിലെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സ് പ്രൊവൈഡ് കമ്പാരിസൺ. സ്റ്റാറ്റിക്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ സാധിക്കും. തേർഡ് പോയിന്റ്, സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. സ്റ്റാറ്റിക്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ. Like it help in formulating policies in different field. Statistics also helpful in formulating policies in different field. പല ഫീൽഡിൽ അല്ലെ പല ഏരിയയിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. പോളിസീസ് ഇൻ ദ ഫോം ഓഫ് ടാക്സേഷൻ, സാലറീസ് ആൻഡ് അഡ്വാൻറ്റേജസ്, ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്, വെൽഫെയർ സ്കീം,
എക്സെട്ര ആർ ഫോർമുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡേറ്റ. ഈ ഡേറ്റ ബേസ് സ്റ്റാറ്റിക്സിലൂടെ ലഭിക്കുന്ന ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ടാക്സേഷൻ, ഗവൺമെൻറ്റിൻ്റെ നികുതി പരമായിട്ടുള്ള ടാക്സേഷൻ പോളിസീസ് ഓഫ് ആ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. സാലറീസ് ആൻഡ് വേജസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതുപോലെ വെൽഫെയർ സ്കീം, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിക്സിലൂടെ കളക്ട് ചെയ്യുന്ന ഈ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ്. ബേസ്ഡ് ഓൺ ദ ഡേറ്റ കളക്റ്റഡ് ഫ്രം ദ സ്റ്റാറ്റിക്സ് ഡിഫറെൻറ്റ് പോളിസീസ് ആർ ഫോർമുലേറ്റ്. അപ്പോൾ പല തരത്തിലുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഫീൽഡാന്ന് നോക്കുക: ടാക്സേഷൻ, സാലറീസ്, വേജസ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, വെൽഫെയർ സ്കീം എക്സെട്ര തുടങ്ങിയ മേഖലകളിലെല്ലാം പ്ലാൻസ് ആൻഡ് പോളിസീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്റ്റാറ്റിക്സിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്സിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഹെൽപ്പ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർത്ത് പോയിന്റ്, സ്റ്റാറ്റിക്സ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. സ്റ്റാറ്റിക്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്യൂച്ചറിൽ പ്രവചിക്കാൻ പറ്റും. സ്റ്റാറ്റിക്സ് മെത്തേഡ്സ് ലൈക്ക് എക്സ്ട്രാപൊളേഷൻ, റിഗ്രഷൻ, അനാലിസിസ് ഓഫ് ടൈം സീരീസ് എക്സെട്ര പ്രൊവൈഡ് എ സയൻറ്റിഫിക് ബേസ് ഓഫ് എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അപ്പോൾ ഫ്യൂച്ചർ ഇവൻറ്റ്സ് നമുക്ക് ഈ വർഷത്തെ സെയിൽസ് ഈ വർഷത്തെ സെയിൽസിൻ്റെ ഡേറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ അടുത്ത വർഷത്തെയോ അല്ല 2-3 വർഷത്തിൻ്റെ ശേഷമുള്ളത് അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലെ സെയിൽസൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ സ്റ്റാറ്റിക്സ് മെത്തേഡ്സ് ആയ എക്സ്ട്രാപൊളേഷൻ ഉണ്ട്, റിഗ്രഷൻ അനാലിസിസ്, അതുപോലെ ടൈം സീരീസ് അനാലിസിസ്, ഇങ്ങനെയുള്ള മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിനെ എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിക്സിൻ്റെ നെക്സ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റാറ്റിക്സ് forecast the future events. Statics methods like extrapolation, regression analysis of time series, etc. provide the scientific base of estimating the future events. നമുക്ക് ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യും. മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് ഡേറ്റ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഉള്ള ഡേറ്റ ഓൺ ദ ബേസിസ് ഓഫ് ഡേറ്റ റിലേറ്റഡ് ടു ദ സെയിൽസ് ഓഫ് പർട്ടിക്കുലർ പ്രോഡക്ട്സ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഡ്യൂറിങ് ദ ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ക്യാൻ എസ്റ്റിമേറ്റ് ലൈക്ലി ദ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ഡ്യൂറിങ് ദി കമ്മിങ് ഇയേഴ്സ്. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർക്ക് ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിലെ സെയിൽസിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ സെയിൽസിൻ്റെ ഡേറ്റ വെച്ചിട്ട് അവർക്ക് നെക്സ്റ്റ് കമ്മിങ് ഇയറിൽ ഇനിയും വരുന്ന വർഷങ്ങളിലെ സെയിൽസിൻ്റെ ആ ഇൻക്രീസ് അല്ല ഡിക്രീസ്, സെയിൽസിലുണ്ടാകുന്ന ആ ചേഞ്ചസൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഫംഗ്ഷനാണ് സ്റ്റാറ്റിക്സ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് പോയിന്റ്, സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ദ ഗവൺമെൻറ്. സ്റ്റാറ്റിക്സ് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഗവൺമെൻറ് നീഡ്സ് സ്റ്റാറ്റിക്കൽ ഡേറ്റ ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ കൺട്രി. ഗവൺമെൻറ്റിന് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ് നല്ല രീതിയിൽ ഭരണം നടത്താൻ അവർക്ക് എന്ത് വേണം, സ്റ്റാറ്റിക്സ് വേണം. എന്ന് വെച്ചാൽ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. To the government uses statistical facts and figures to have the better understanding before implementing the welfare scheme, old age pension, gas subsidy, റേഷൻ സ്കീംസ് എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ്റിന് നല്ല രീതിയിലുള്ള വെൽഫെയർ സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഗ്യാസ് സബ്സിഡീസ്, പെൻഷൻസ്, ഓൾഡ് ഏജ് സ്കീമുകൾ, റേഷൻ സ്കീമുകൾ, ഇതെല്ലാം നടത്തുന്നത് ഈ സ്റ്റാറ്റിക്സിൽ നിന്ന് ലഭിക്കുന്ന ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ്റെ ബേസിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ സ്റ്റാറ്റിക്കൽ ഡേറ്റയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് നീഡ് സ്റ്റാറ്റിക്കൽ ഡേറ്റ ഫോർ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിക്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിക്സിലെ 5 പോയിൻറ്റ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിക്സ് വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ എക്സാം പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക്സ് ഹെൽപ്പ് ഫോർമുലേറ്റ്സ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് വിത്ത് ഡിഫറെൻറ്റ് ഫാക്ട്സിലെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിഗ്രഷൻ, കോറിലേഷൻ തുടങ്ങിയ മെത്തേഡ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് റിലേഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒക്കെ അതെല്ലാം സ്റ്റാറ്റിക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പം വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.